49 ആളുകളെ ഭാരം അനുസരിച്ച് തരംതിരിച്ച് പട്ടിക ചൂടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തേത് ക്ലാസും രണ്ടാമത്തേത് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമതൊരു കോളം വരച്ചിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 30 തൊട്ട് 40 വരെയുള്ള വെയിറ്റ് ഉള്ള എത്ര ആൾക്കാരുണ്ട്? 5 പേര്. ഇനി നമ്മൾ എവിടുന്ന കണ്ടെത്തേണ്ടത്? വീണ്ടും 30 തൊട്ട് 50 വരെ വെയിറ്റ് ഉള്ളവരുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ 5ഉം 7ഉം തമ്മിൽ കൂട്ടി 12 എഴുതുന്നു. ഇനി 30 to 60 വരെ വെയിറ്റ് ഉള്ള ആൾക്കാരുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യുക? ഇവ 3 കൂടെ കൂട്ടുക. അപ്പോൾ 5 + 7 + 9 = 21. അടുത്തത് ചെയ്യുമ്പോൾ ആ 3 എണ്ണത്തിന്റെ കൂടെ 10 കൂട്ടുക. അടുത്തത് കണ്ടെത്തുമ്പോൾ ആ 4 എണ്ണത്തിന്റെ കൂടെ വീണ്ടും 10 കൂട്ടുക. ഏറ്റവും അവസാനം ചെയ്യുമ്പോൾ ഈ 4 എണ്ണത്തിന്റെ കൂടെ 8 കൂട്ടുക. = 49. അപ്പോൾ നമുക്കിവിടെ മീഡിയം ക്ലാസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എത്രാമത്തെ ആളുടെ ഭാരമാണ് മധ്യമ ഭാരമായി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ മീഡിയം ക്ലാസ് വരുന്ന എത്രാമത്തെ ആളുടേതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ n/2 കണ്ടെത്തിയാൽ മതി. അതിന് n എന്ന് പറയുന്നത് ഇവിടെ എത്ര ആയിരിക്കും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 49 ആണ് n ആയിട്ട് വരുന്നത്. അപ്പോൾ n/2 എന്തായിരിക്കും? 49/2 = 24.5. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? മധ്യമം കണക്കാക്കുന്ന സങ്കല്പം അനുസരിച്ച് 22ാം ആളുടെ ഭാരം എത്രയായിട്ടാണ് എടുക്കുന്നത്? ഇവിടെ നമുക്ക് എത്രാമത്തെ ആളുടേതാ കണ്ടെത്തേണ്ടത്? 22ാമത്തെ ആളുടെ അല്ല കണ്ടെത്തേണ്ടത്. നമ്മൾ n/2 ആയിട്ട് എടുക്കേണ്ടത് 22ാമത്തെ ആളെയാണ് n/2 ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 31 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് 22ാമത്തെ ആൾ വരുന്നത്. അപ്പോൾ അതിന് നേരെ ഉള്ളതാണ് എന്തായിട്ട് വരുന്നത്? മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ മീഡിയം ക്ലാസ് ഏതാ വരുന്നത്? 60 to 70 ആണ് മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എത്ര? F എത്ര വരുന്നത്? 10 ആണ് വരുന്നത്. ഇനി H എത്ര വരുന്നത്? 60ന്റെയും 70ന്റെയും വ്യത്യാസമാണ് H ആയിട്ട് വരുന്നത്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എത്ര ആയിട്ടാണ് വരുന്നത്? CF എന്ന് പറയുന്നത് നമുക്ക് 31 എടുക്കാൻ പറ്റത്തില്ല. അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ വേണം എടുക്കാൻ. അപ്പോൾ CF നമ്മൾ 21 ആണ് എടുക്കേണ്ടത്. ഇനി എന്താ? ക്യാപിറ്റൽ L എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 60 to 70 അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ലോവർ എന്ന് പറയുന്നത് ഏതാ? ലോവർ ക്ലാസ് ഏതാ? 60 അല്ലേ? 60നെയാണ് ക്യാപിറ്റൽ L ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 22 n/2 - CF/F × H വേണം ആദ്യമേ ചെയ്യാൻ. ആ കിട്ടുന്ന ആൻസറിനെ വേണം L കൊണ്ട് പ്ലസ് ചെയ്യാൻ. അപ്പോൾ n/2 22 - CF 21/F എന്ന് പറയുന്നത് 10 × 10. 10 × 10 മുകളിൽ ഒരു 10 കിടപ്പുണ്ട്. അത് തമ്മിൽ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോകും. പിന്നെ 22 - 21 എന്ന് പറയുന്ന 1. ആ 60ന്റെ കൂടെ 1 അങ്ങ് കൂട്ടുക. = 61 ആണ് കിട്ടുന്നത്. 61 നമുക്ക് വന്നു. ഇത് 61ൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ ചെയ്യണം. 22ാമത്തെ ആളുടെ ഭാരം എത്രയായിട്ടാണ് വരുന്നതെന്നല്ലേ ചോദിച്ചാൽ? മധ്യമം. അത് കണ്ടെത്താൻ വേണ്ടി ആ കിട്ടിയ ആൻസറിന്റെ കൂടെ ഈ H/F ഉണ്ടല്ലോ, അതിന്റെ പകുതി കാണണം. H/F എന്ന് പറയുന്നത് നമുക്ക് ആ ഇക്വേഷനകത്ത് തന്നെ H/F എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ട് 10/10. ആ 10/10ന്റെ പകുതി കാണും. 10/10 എത്ര? 1. 1ന്റെ പകുതി എത്ര? 1/2 അല്ലെ? അപ്പോൾ നമ്മൾ 61ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/2 അങ്ങ് കുറയ്ക്കണം. 1/2 എന്ന് പറയുന്നത് 0.5 അല്ലേ? 61ൽ നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ എത്ര? 60.5 ആണ് 22ാമത്തെ ആളുടെ മധ്യമമായിട്ട് വരുന്നത്.